വന്ധ്യത സ്ത്രീകൾക്ക് മാത്രമാണെന്ന് കരുതുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് സ്ത്രീയോടൊപ്പം പുരുഷനും ചികിത്സയ്ക്ക് എത്തുന്നുണ്ട്. എന്താണ് മെയിൽ ഇൻഫെർട്ടിലിറ്റി? ഹായ്, ഐ എം ഡോക്ടർ ധനജ ജോസ്. ഐ എം എ ഹോമിയോപ്പതി കൺസൾട്ടന്റ്. ബീജാണുവിലെ പ്രശ്നം, ബീജങ്ങളുടെ എണ്ണം, അതിന്റെ വേഗം, വൈകല്യങ്ങൾ, അതിലുണ്ടാകുന്ന പഴുപ്പ് എന്നിവയെല്ലാം പുരുഷവന്ധ്യതയുടെ കാരണമാകാം. ചികിത്സ ആരംഭിക്കുമ്പോൾ തന്നെ ബീജപരിശോധന നടത്തുകയാണ് പ്രധാനം. ഇത് പ്രശ്നത്തിന്റെ വ്യാപ്തി ആദ്യമേ തന്നെ കണ്ടെത്തുവാൻ സഹായിക്കും. ഹോർമോൺ തകരാറുകൾ, തലച്ചോറിൽ നിന്ന് പുറപ്പെടുവിക്കുന്ന ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ലൂട്ടനൈസിംഗ് ഹോർമോൺ എന്നിവയിൽ കുറവ് വന്നാൽ പുരുഷവന്ധ്യതയ്ക്ക് കാരണമാകും. പ്രമേഹം ബീജ ഉൽപാദനത്തെയും പ്രവർത്തനത്തെയും ബാധിക്കാം. പ്രമേഹം കൃത്യമായി ചികിത്സിച്ചാൽ വന്ധ്യതയ്ക്ക് ഒരു പരിധിവരെ പരിഹാരമാകും. സമയം: ബീജപരിശോധനയിൽ പ്രശ്നങ്ങൾ ഒന്നും കണ്ടില്ലെങ്കിൽ പരിശോധിക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട്. വിവാഹം കഴിഞ്ഞിട്ട് എത്ര നാളായി, എത്ര നാൾ ഒരുമിച്ച് താമസിച്ചു, എത്ര കാലം കുട്ടികൾ ഉണ്ടാകാൻ ശ്രമിച്ചു, ഫീമെയിൽ ഇൻഫെർട്ടിലിറ്റി പ്രശ്നങ്ങൾ ഉണ്ടോ എന്നും ലൈംഗിക ജീവിതത്തെ പറ്റിയും അറിയണം. ഊർജ്ജസ്വലമായ ദാമ്പത്യത്തിന്റെ ആദ്യ നാളുകൾ തന്നെ കുഞ്ഞിനായി ശ്രമിക്കുന്നതാണ് നല്ലത്. തൈറോയ്ഡ് ഗ്രന്ഥിയിൽ വന്ന മാറ്റം മൂലം ഉണ്ടാകുന്ന ഹോർമോണിന്റെ അളവ് കൂടുതലായാലും കുറവായാലും മാറ്റം വരാം. അതിനാൽ തൈറോയ്ഡ് ടെസ്റ്റ് നടത്തി കൃത്യമായി ചികിത്സയിലൂടെ വന്ധ്യത മാറ്റുവാൻ സാധിക്കും. ജീവിതശൈലി: പൊണ്ണത്തടി പോലുള്ള ജീവിതശൈലി രോഗങ്ങൾ പുരുഷവന്ധ്യതയുടെ കാരണമാകാം. പുകവലി, മദ്യപാനശീലം എന്നിവ ബീജത്തിന്റെ എണ്ണത്തിലും ഗുണത്തിലും കുറവ് വരുത്തും. വ്യക്തികൾ ചെയ്യുന്ന ജോലിയുടെ ശൈലിക്ക് അനുസൃതമായുള്ള ശരീരത്തിന് വ്യത്യാസം വന്ധ്യതയ്ക്ക് കാരണമാകാറുണ്ട്. പുരുഷവന്ധ്യതയുടെ പ്രധാന കാരണങ്ങളിൽ ഒന്നാണ് വെരിക്കോസീൽ. എന്നാൽ എല്ലാ വെരിക്കോസീലും വന്ധ്യതയ്ക്ക് കാരണമാകണമെന്നില്ല. അതുകൊണ്ട് രോഗനിർണയത്തിലൂടെ വെരിക്കോസീലാണ് വന്ധ്യതയ്ക്ക് പ്രധാന കാരണമെന്ന് മനസ്സിലാക്കിയാൽ ഉടൻ തന്നെ ചികിത്സ ആരംഭിക്കുന്നത് വേഗത്തിൽ ഫലം കിട്ടുവാൻ സഹായിക്കും. ഹോർമോൺ തകരാറുകൾ, തലച്ചോറിൽ നിന്നും പുറപ്പെടുവിക്കുന്ന ഫോളിക്കിൾ സ്റ്റിമുലേറ്റിംഗ് ഹോർമോൺ, ലൂട്ടനൈസിംഗ് ഹോർമോൺ എന്നിവയിൽ കുറവ് വന്നാൽ പുരുഷവന്ധ്യതയ്ക്ക് കാരണമാകും. പ്രമേഹം ബീജ ഉൽപാദനത്തെയും പ്രവർത്തനത്തെയും ബാധിക്കാം. സ്പ്രേ പെയിന്റിംഗ് പോലുള്ള കെമിക്കലുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് വന്ധ്യത വരാനുള്ള സാധ്യത കൂടുതലാണ്. ഹോമിയോപ്പതിയിൽ വന്ധ്യതയ്ക്ക് ഫലപ്രദമായ മരുന്ന് ലഭ്യമാണ്.